കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട്. വിശാല സൗകര്യങ്ങളോടെ മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാകണം ഹജ്ജ് ഹൗസ് എന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. മട്ടന്നൂർ കിൻഫ്ര പാർക്കിലാണ് ഹജ്ജ് ഹൗസിന് സ്ഥലം അനുവദിച്ചത്. കണ്ണൂർ വിമാനത്താവള പരിസരത്ത് അനുവദിച്ച ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം ത്വരിതഗതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് ആവശ്യപ്പെട്ടു. ഹജ്ജിനു പുറമെ മറ്റു പൊതു ആവശ്യങ്ങൾക്കായി ഹജ്ജ് ഹൗസ് വിട്ടുകൊടുക്കാൻ തക്കതായ മൾട്ടിപർപ്പസ് കൺവെൻഷൻ സെന്ററാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം എല്ലാ സ്റ്റേറ്റിലും ഹജ്ജ് ഹൗസ് ഒന്ന് തന്നെ ഉള്ളൂ. എന്നാൽ ഹാജിമാർക്കുള്ള സേവനങ്ങൾ വെച്ച് ഓരോ സ്റ്റേറ്റിനെ വിലയിരുത്തുമ്പോഴാണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മുടെ കേരളം മികച്ച സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തന്നെ കേരളമാണ് ഏറ്റവും മുന്തിയ ബെസ്റ്റ് കൺവീനിയൻസ് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു പൊൻതൂവലൂടെയും കൂടിയാണ് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രത്യേകം തന്നെ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തൊരു 5 crores ഭൂമി കിംഫ്രയിൽ നിന്ന് നമുക്ക് ഹജ്ജ് കമ്മിറ്റി ഏൽപ്പിക്കാനുള്ള നടപടികൾ നമ്മുടെ റവന്യൂ അധികൃതരും അതുപോലെ തന്നെ കലക്ടറും ഒക്കെ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിനോട് ഇവിഷയകമായി നമ്മൾ സാധാരണ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു ഉപകാരസ്മരണ. ശരിക്കും ഇതൊരു ഉപകാരസ്മരണയായിട്ട് തന്നെ മുന്നോട്ട് വെക്കാൻ വേണ്ടി കൂടിയാക്കാം. അപ്പോൾ ഈ 5 കോടി എന്തായാലും അത് ഗവൺമെൻറ് തരാം എന്ന് ബജറ്റിലൂടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് മറ്റുള്ള കോൺട്രിബ്യൂഷൻസ് ഹാജിമാരുടെ ഭാഗത്തും ഇനി പ്രൈവറ്റായിട്ട് നമ്മൾ വല്ല ഫണ്ടും റേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. ഹജ്ജ് ഹൗസ് താമസത്തിനും പ്രാർത്ഥനകൾക്കുമുള്ള മുറികൾ ഉൾക്കൊള്ളുന്നതാകണം. ഹജ്ജ് ഹൗസിനായി കിൻഫ്ര ഭൂമിയിൽ 1 ഏക്കർ അനുവദിച്ചത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ അരിഞ്ചിറ, OV ജാഫർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.